തട്ടിക്കൊണ്ട് പോയത് ഫോൺ. ഇതെന്താ ഇങ്ങനെ ഞങ്ങളിന്ന് ഇവിടെ പട്ന ബീഹാറിലാണ്. ഇവിടെ തുടരുന്ന് പറയുന്നൊരു മൂവി കാണാൻ എല്ലാരോടും ധൃതി പിടിച്ചു പോകാൻ. ലൈക്ക് 9:15 ഷോ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ ഇറങ്ങിയത് 9:45. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സെലിബ്രിറ്റി അതൊക്കെ ബ്ലൂ ബ്ലൂബേഴ്സ് 8:45 ഇറങ്ങിപ്പം. അവിടെ ഇനി എത്ര മണിക്ക് എത്തുമെന്ന് നേരം വെച്ചില്ല. 9 മണിക്ക് അവിടെ റിപ്പോർട്ടിംഗ്. ഇവിടെ ഇപ്പൊ ഈ ഷോ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. ലൈക്ക് ഭയങ്കര കഷ്ടപ്പെട്ട ഇതിപ്പം വെച്ചത് പോലും. അശോക സിനിമയ്ക്ക് എത്ര കാശ് കൊടുക്കണ്ട്? 15 10 എല്ലാവരുടെ ഇപ്പൊ ഓട്ടോയ്ക്കകത്ത് പോവുക. ഞങ്ങളിവിടെ എത്തിയ ഒരു മോളില് ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ഒക്കെ ഒരു സോംബി അപ്പോക്കാലിപ്സ് ഒക്കെ സിനിമയ്ക്കകത്ത് വരുന്ന രീതിയിലുള്ള ഒരു മാള്. ഒരാളും ഇല്ല. ലൈക്ക് വിജയമാണ് ഫുള്ള്. ഒരാളും ഇല്ല. എത്ര ഞങ്ങൾ മാത്രം കാണും. സിനിമ കണ്ടവര് മാത്രം. ബാക്കിയുള്ളവർ വരാൻ വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ മാറിപ്പോയത് വേറൊരു കോംപ്ലക്സ്. ഒരു മനുഷ്യൻ ആൾക്കാരെ പിടിച്ചു നിർത്താം. എന്റെ കാത്തിരുന്ന് കാണുക. 9:15 ഷോ സ്റ്റാർട്ടായി. അപ്പം ഞങ്ങളവിടെ ഇരിക്കും. ഇങ്ങനെ തുടങ്ങിയില്ലല്ലോ. അപ്പൊ വേറെ ആൾക്കാരെ വിളിച്ചിട്ട് അറിഞ്ഞത് സ്ഥലം മാറിപ്പോയത്. ഞങ്ങൾ അങ്ങോട്ട് ഓടുക. അപ്പം ഇയാൾ മാറി അല്ലെങ്കിൽ ഫോണും വണ്ടി ആൾക്കാരൊന്നും നോക്കൂല. 10 മിനിറ്റ് ഉണ്ട് അവിടെ എത്താൻ. ഓൾറെഡി അരമണിക്കൂറത്തെ ഷോ കഴിഞ്ഞു. 3.6. അത് ഞാൻ ഇറങ്ങണം. ആരെങ്കിലും ഇറങ്ങണം. പറഞ്ഞോളൂ, എന്താ പറയണ്ടേ? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? കരഞ്ഞില്ലെന്നാണ് എല്ലാരോടും. അതെ, മോഹൻലാൽ ചാടിയതാണല്ലോ. എല്ലാരോടും കരഞ്ഞു. എന്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരും. ഞാൻ കണ്ടില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തു. ബട്ട് അടിപൊളി. ഈ മോഹൻലാലിനോട് നമുക്ക് എമ്പുരാനാണ്, ഡ്രാക്കുളനല്ല. ഈ ഫൈറ്റാണ് വേണ്ടത്. മറ്റേ
19 വയസ്സ് എങ്ങനെയുണ്ട്? നിന്റെയോ? നിന്റെ 20 വയസ്സ് എങ്ങനെയുണ്ട്? അത് മുമ്പരാ. എങ്ങനെയുണ്ട് 20 വയസ്സ്? അതാ പറഞ്ഞ മാനഹാനി നാശനഷ്ടം. ഇനി എന്താ വരാനുള്ള മിസൈലും കൂടെ വന്നു കഴിഞ്ഞാൽ തൃപ്തി ആയേനെ. എല്ലാം കൊണ്ട് തൃപ്തിയായി. നമ്മൾ 21 പിടിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത സെമ്മ ഇതിനേക്കാൾ നന്നായിട്ട് പോകും. അതിന്റെ അടുത്ത സെമ്മ അതിനേക്കാൾ നന്നായി. അങ്ങനെ മന്തി എത്തി. ഇതില് മയോണൈസ് ഇല്ല. മയോണൈസ് ഇല്ലാത്ത മന്തിയോ? ഇതെന്തിനാ ഇതെങ്ങനെ കഴിക്കുക? തിന്നാനുള്ള തന്നെ ആവൂലേ? തിന്നാനുള്ള തന്നെ ആവൂലേ? ഇത് ഉറപ്പല്ലേ? ആയിരിക്കൂലേ? ഞാൻ എടുക്കാൻ പോവാ. എനിക്കൊരു സ്പൂൺ തന്നെ. ഇത് നീ തുപ്പിടാനുള്ള അതിന്റെ അടുത്ത് പറയുന്നത് എന്നെ എടുക്കണ്ടില്ലേ? കഴിച്ചു നോക്കിയിട്ട് ഡു യു ഹാവ് എ ബിഗർ പ്ലേറ്റ്? നോ. ഇത് എന്തിനെ ആയിരിക്കും പിന്നെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. കൊള്ളാം. മാനസ കഴിക്കൂ. കഷ്ടപ്പെട്ട് ഇവിടെ മയോണൈസ് അത്രേ ഉള്ളൂ ഒരു പ്രശ്നം. പക്ഷെ കൊള്ളാം. ഡിഫറൻസ്. അതുകൊണ്ട് അവര് ജ്യൂസ് എടുക്കാൻ പറഞ്ഞത്. അല്ല, ബാക്കിയുള്ളതൊക്കെ ചെറിയതാണ് പീസ്, അത്ര കൂടുതലില്ല. മൂവിയെല്ലാം കണ്ട് വൈകിട്ടും വന്നിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ ഇന്നിപ്പോൾ വൈകിട്ട് ഇവിടെ ഞങ്ങളുടെ കോളേജിൽ മിസ് യൂണിവേഴ്സ് ബീഹാർ സ്റ്റേറ്റിൻ്റെ ഓഡീഷൻ നടക്കും. അതിനിപ്പോൾ കഴിഞ്ഞെന്ന് ഇന്നായിരുന്നു കണ്ടെടുത്ത് വന്ന് ഇവിടെ. അയ്യോ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരും. രാവിലെ ഞാൻ കഴിച്ചായിരുന്നു. അത് മറ്റൊന്നും ചെയ്യില്ല. ഞാൻ ഒരു ഫുള്ളാണ് കഴിച്ചേ. എങ്ങനെ കഴിച്ച് ഹെഡ്സെറ്റ് റീലൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ടും തീരുന്നില്ല. ജിം ഹോസ്റ്റൽ ഇവിടെ വെളിയിൽ നോക്കിയാ ഐ ഗസ് ആരൊക്കെ ബാസ്കറ്റ് ബോൾ അവിടെ കളിക്കണം. പക്ഷെ കാണാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കുറേ പേര് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. കാക്കയെ നടക്കാൻ ഇറങ്ങും. അവിടെ വോളിബോൾ കളിക്കുന്നുണ്ട്. അത് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. വിഷു നോ
എനിക്ക് കാണാൻ പറ്റില്ല. രാത്രി ഇവിടെ പഠിക്കാൻ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ദീപാഞ്ജലിയെ കണ്ടു. പഠിത്തം നടക്കത്തില്ല. അയ്യോ എനിക്ക് പഠിക്കണം. അത് കഴിഞ്ഞിട്ടും ശ്രീക വരും. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു സീരീസ് കാണും, എന്നിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് നാളെ എഴുന്നേക്കും അടുത്ത പണിക്ക് പോകും. എൻ്റെ ക്ലാസ്സസ് ഓൾമോസ്റ്റ് തീർന്നു. ഇനി ഒരു 10-20 ദിവസം ഉണ്ട് എനിക്ക് ജൂറിക്ക്. അതുവരെ ലൈക്ക് അതിൻ്റെ ജൂറി വർക്കിലായിരിക്കും. അങ്ങനെ അതിൽ ഫോക്കസ് ചെയ്യണം. എനിക്കും പട്ന ആദ്യം വന്നപ്പം ഇഷ്ടമല്ല. ഇവിടുന്ന് ഓടണം എങ്ങനെയെങ്കിലും ഇവിടെ. അതും ബീഹാർ ഇങ്ങോട്ടും മലയാളികളൊന്നും കാണത്തില്ല വിചാരിച്ച് അങ്ങനെ വന്നതാ. കേറി ഇറങ്ങിയപ്പോ തന്നെ ഒരു പെട്ടിക്കട പോലത്തെ എയർപോർട്ട് വരെ കണ്ടപ്പോ നല്ല ഇതായി. ഓർമ്മിപ്പിക്കല്ലേ അത്. പക്ഷെ ഇപ്പൊ ഇഷ്ടം. ഇപ്പം ഞങ്ങളെ എന്തെങ്കിലും പറ്റി പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പറയാം. പക്ഷെ ഉള്ളിലുള്ളൊരു ഇഷ്ടക്കേടുണ്ട്. പക്ഷെ ഇഷ്ടപ്പെട്ട് വരുന്നു. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടപ്പെടും. നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. ബട്ട് നൈസാണ്. ലൈഫ് നല്ല രസമുണ്ട്. ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഓക്കെ, നല്ല ഫ്രണ്ട്സിനെ കുറെ കിട്ടി. വിശ്വസിക്കുന്നു. അറിയില്ലല്ലോ. എന്തായാലും ഇവിടെ തന്നെ നല്ല ഞങ്ങളുടെ ഒരു ഫസ്റ്റ് മീറ്റിംഗ് കഥ പിന്നെ പറയാം. അത് അടുത്ത എല്ലാരും എങ്ങനെ മീറ്റ് ചെയ്തത് അത് അടുത്ത ബ്ലോഗില് അത് വിശദമായിട്ട് പറയാം. ലൈക്ക് ഇറ്റ്സ് ലൈഫ് ഇൻ നിഫ്റ്റ്. അതാണ് അടുത്ത ബ്ലോഗ്, ലൈഫ് ഇൻ നിഫ്റ്റ്. പിന്നെ ജൂറിയുടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം. ജൂറി വീക്ക് ഒരു ക്രേസി വീക്ക് ആയിരിക്കും. ഉറങ്ങില്ല. നിങ്ങള് നടുക്കിടന്നോ? അത് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞു. എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. ഫസ്റ്റ് സെമ്മിന്റെ ജൂറിയുടെ പ്രൂഫ് ഉണ്ട് എന്റെ കയ്യിൽ. അത് ഞാൻ കാണിച്ചു. അത് ഈ പഠിച്ച് ഇവർക്ക് 2 ദിവസം കൊണ്ട് ജൂറി. എനിക്ക് 4 ദിവസം പോണം. 4 ദിവസം 5 മിനിറ്റ്. അതുകൊണ്ട് എനിക്ക് 5 മിനിറ്റിലൊക്കെ പഠിത്ത ഇങ്ങനെ പഠിച്ച് കിടന്നോളാം. കാണിച്ചില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് എല്ലാം പ്രൂഫോടെ എല്ലാ തെളിവോടെയും കാണിച്ചിരുന്നത്. സ്റ്റേ ട്യൂൺഡ്. ബൈ. സോ ഇത്രയാണ് ഇന്നത്തെ വ്ളോഗ്. ഇപ്പൊ കുറച്ചു നേരം പഠിക്കണമെന്നൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. പഠിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, ബൈ 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 ബൈ. പറയാനുള്ളത് എന്താ പറയാനുള്ളത്? നിനക്ക് എന്താ പറയാനുള്ള അനാമിക? ഒന്നും പറയാനില്ല. നിനക്കോ? ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണല്ലേ. അതെന്താ മിണ്ട്? എനിക്കും വലുതായിട്ടൊന്നും പറയാനില്ല. നടന്നതെല്ലാം നല്ലതിന്, നടക്കാനിരിക്കുന്നത് നല്ലതിന്. സ്റ്റേ ട്യൂൺഡ് ഫോർ സെം 3.